So welcome to a strategy class. നമ്മളെ ഒരു സ്ട്രാറ്റജി ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, ലൈക്ക് നമ്മളെ സിലബസ് ടോട്ടലി കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മളെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കുറെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നമ്മൾ തീർത്ത് കഴിഞ്ഞു. ലൈക്ക് നമ്മൾ അതിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്യുകയും നമ്മുടെ പാർട്ടിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളും ചെയ്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് സിലബസ് കവർ ചെയ്യുക, നമ്മുടെ പഠനം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു 50 ഉണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കിടക്കുന്നത് നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നു, ബാക്കി സ്ട്രാറ്റജികൾ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളിടത്താണ്. അപ്പൊ നമ്മൾ എക്സാമിന്റെ മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്ട്രാറ്റജികളെ കുറിച്ചാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ. അപ്പൊ ഫസ്റ്റ് കാര്യം നമ്മൾ വളരെ ഫസ്റ്റ് ആയിട്ട് തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് നോ ദി എക്സാം പാറ്റേൺ എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തുടക്കം എന്നുള്ളത് തന്നെ, തുടക്കം എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഇത് തുടക്കം എന്നുള്ള ഇത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തുടക്കം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇത് തുടങ്ങണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം ഏത് രീതിയിലുള്ളതാണ്, എന്തൊക്കെയാണ് അതിന്റെ സിലബസും കാര്യങ്ങളും, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ റിട്ടൺ എക്സാം ആണോ, അതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ് നെഗറ്റീവ് മാർക്സ്, ടോട്ടൽ എത്ര മാർക്സിലാണ് ആ എക്സാം കിടക്കുന്നത്, അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രമീകരിച്ചിട്ടുള്ളത്, അതായത് ഇപ്പൊ ജനറൽ പാർട്ടൊക്കെ ഉള്ള എക്സാം ആണോ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന എക്സാം ആണോ ഉള്ളത്, അത് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ, അതോ നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്പും കൂടെ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മോഡലും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണോ, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സാം പാറ്റേണുമായിട്ട് അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഓൾറെഡി പ്രെപ്വൈസ് എത്തിച്ചിട്ടുണ്ട്. അപ്പോ ആ കാര്യങ്ങള് അറിയുക, അതിലേക്ക് ഒരു നോട്ടം നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് ആ എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ എക്സാമിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞ്, അതായത് A to Z എക്സാമിന്റെ ടൈമിംഗ് എത്രയാണ്, ഇപ്പോ 3 hour ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എത്ര മാർക്കാണ് അല്ല എനിക്ക് എത്ര ടൈമാണ് കിട്ടല് എന്ന് വരെ നമ്മൾ ആലോചിച്ച് അത്രയും കൃത്യതയോടുകൂടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പം എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സിലബസ് നമ്മളെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സ്റ്റഡി ഷെഡ്യൂള് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റഡി ഷെഡ്യൂൾ ഡിസൈൻ ചെയ്യുന്നത് ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഓരോ പേഴ്സണും യുണീക്ക് ആണ്, ഓരോ പേഴ്സണും ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും സ്റ്റഡി ഷെഡ്യൂളും സ്റ്റഡി ടൈമിങ്ങും ഓരോ സബ്ജക്ട്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സമയവും ഒക്കെ ഡിഫറെന്റ് തന്നെ ആയിരിക്കും. അപ്പം ചില ആളുകൾക്ക് GK വേണ്ട സമയം മറ്റു ചില ആളുകൾക്ക് GK കവർ ചെയ്യാൻ പാടുന്നുണ്ടാവില്ല. ചില ആളുകൾ ഈ സബ്ജക്റ്റില് തറോ ആയിട്ടുള്ള നോളജ് ഉള്ളവരായിരിക്കും. അവർക്കൊരു പക്ഷെ സബ്ജക്ട് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഓടിച്ചു പോയാൽ മതിയായിരിക്കും, ബാക്കി കോമൺ ജനറൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കേണ്ടി വരിക. അത്തരത്തിലുള്ള കുറെ ഡിഫറൻസസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഓരോ ആളുകൾക്കും പറ്റുന്ന ഒരു സ്റ്റഡി ഷെഡ്യൂള് അവർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് കലണ്ടർ വെച്ച് തന്നെ, ടൈം വെച്ച് തന്നെ, ഈ ഡേയില് ഇത്ര ദിവസം അല്ലെങ്കിൽ ഈ ദിവസത്തിൽ എത്ര സമയം ഞാൻ ഈ പേപ്പർ ആയിരിക്കും നോക്കുക. ഇനിയിപ്പോ ആ പേപ്പറിന്റെ തന്നെ ഈ ചാപ്റ്റർ ഈ ഇത്ര ഹവർ കൊണ്ട് ഞാൻ തീർക്കും. അത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും പുതിയ പഠനങ്ങൾ പറയുന്നത് ടൈമിന് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ആ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം എന്നുള്ള ലൈക്ക് കൺക്ലൂഷൻസിലേക്ക് പുതിയ ടൈം ടേബിൾ സ്റ്റഡികൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു പക്ഷെ
ആ സമയത്ത് കളിച്ചിരുന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ ഓക്കെ, ഈ ചാപ്റ്ററിനുള്ള സമയം കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ള ആ ഒരു നാരോ മൈൻഡ്നെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ കവറിങ്ങും അല്ലെങ്കിൽ ഡെഡ് ലൈനും ഒന്നും മീറ്റ് ചെയ്യാനും നമുക്ക് കഴിയൂല. അപ്പൊ അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നതാണ് ആ ഒരു കൺക്ലൂഷൻ എന്നുള്ളത്. പുതിയ ആളുകൾക്ക് ലൈക്ക് ഉറക്കം എല്ലാം അടങ്ങിയിട്ടുള്ളതായിരിക്കുമല്ലോ ആ ഷെഡ്യൂള്. അപ്പം അത് എല്ലാം ബാലൻസ് ആവുന്നില്ല എന്ന് കാണുന്നവര്, അപ്പൊ നമുക്ക് ഈ സമയത്തിന് ഞാൻ ഇത് ചെയ്താൽ മതി, അതായത് അതൊരു റോബോട്ടിക് ആക്ഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അല്ലാണ്ടും നമുക്ക് ലൈക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാം. ചില ആളുകൾക്ക് വർക്ക് ചെയ്യല് ഭയങ്കര ലൈക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വർക്ക് ചെയ്യല് ഈ ടൈമിന് ഇത്ര ചാപ്റ്റർ ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ട്രാക്കിലേക്ക് കയറിയാൽ നമുക്കും വർക്ക് ചെയ്യല് ഒരു പക്ഷെ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ ഇത്ര ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അത് കാരണം നമ്മളെ മൈൻഡും ലൈക്ക് നമ്മളെ ബ്രെയിനും ഒക്കെ സെറ്റ് ആയിട്ടിരിക്കും അതിന്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓരോ ചാപ്റ്ററിനും എത്ര സമയമാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ആളുകളെയാണ് നമ്മളെ മുമ്പിലുള്ളത് എന്നുള്ളത് വേറെ കാര്യം. അപ്പോ വേറൊന്നാണ് ബെസ്റ്റ് റിസോഴ്സസ് റെഫർ ചെയ്യാന്നുള്ളത്. ദാറ്റ് ഈസ് വൈ വി ആർ ഹിയർ ആൻഡ് യു ആർ ഹിയർ. കാരണം പ്രെപ്വൈസ് ഓൾറെഡി നിങ്ങൾക്ക് ബെസ്റ്റ് റിസോഴ്സസുകളൊക്കെ തരാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് അത് റിസീവ് ചെയ്യാനാണ് നിങ്ങൾ ഇവിടെ ഉള്ളതും. അപ്പം ഈ ബെസ്റ്റ് റിസോഴ്സസ് റെഫർ ചെയ്യാന്നുള്ളത് എക്സാമിന്റെ സക്സസ്ഫുൾനെസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സക്സസ് റേറ്റിനെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സിലബസ് നമ്മൾ ഏതോ ഒരു റിസോഴ്സസിന്റെ ലൈക്ക് കവർ ചെയ്താൽ മതിയാവൂല ഒരിക്കലും. ഇപ്പം മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബെസ്റ്റ് റിസോഴ്സ് ആയിട്ട് എപ്പോഴും പറയാറ് കേവൽ ജയകുമാറിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്, MC ക്വില്ലിന്റെ ലൈക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്, അത്തരത്തിലുള്ള കുറെ ബുക്സ് ഒക്കെയാണ് ഈ മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകൾക്ക് റെഫർ ചെയ്യാൻ പറയാം. അപ്പം അതും അല്ലാണ്ട് ഇപ്പൊ PR ഗ്ലോസറീസ് കാര്യങ്ങള്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ റെഫറിങ് കീ ആയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് റിസോഴ്സസ് റെഫർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ലൈക്ക് സ്ട്രാറ്റജിയാണ് പ്രാക്ടീസ് ആൻഡ് അനലൈസ്. നമ്മൾ അങ്ങനെ റിസോഴ്സസും കണ്ടെത്തി കഴിഞ്ഞ് നമ്മളെ ഷെഡ്യൂളിലൂടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ തുടരുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത് ലെവൽ എവിടെ എത്തിയിട്ടുണ്ട്, ഈ വിചാരിച്ച കാര്യം ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയും എനിക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ പഠിച്ച ഇൻഫർമേഷന് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എനിക്ക് അത് ആൻസറിന്റെ രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഈ പ്രാക്ടീസ് ആൻഡ് അനലൈസ് ഹെൽപ്പ് ചെയ്യുക. ഇതെന്തായാലും നമ്മളെ സ്റ്റഡി ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രാക്ടീസും അനലൈസും ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നമ്മളെ വീക്ക്നെസ് പോയിന്റ് ഫൈൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കാണ്. ഈ പ്രാക്ടീസ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് PYQസും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ വീക്ക് ഏരിയകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടാത്ത ഏരിയകൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യനിൽ വരുമ്പം അതെന്നാണോ എന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ഏരിയകൾ നമുക്ക് ഇനിയും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് 1 മിനിറ്റ് എന്നുള്ള സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഞാൻ ലൈക്ക് എവിടെയാണ് ഞാൻ ഇനിയും ഫോക്കസ് ചെയ്യാനുള്ളത്, എത്ര സമയമാണ് ഇനിയും അതിന് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീക്ക് ഏരിയകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അനലൈസേഷൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു
വാലുവേഷൻ ഇടക്കിടക്ക് നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീക്ക് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞ് അതിനുള്ള സമയവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നമുക്ക് ഇനിയും വേണ്ട സമയങ്ങൾ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിർബന്ധമായും ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ സ്ട്രോങ് ഏരിയയിൽ ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കരുതെന്ന് നിർബന്ധമായിട്ട് തീരുമാനിക്കുക. കാരണം മറ്റേ വീക്ക് ഏരിയയിൽ നമ്മൾ ഓക്കെ എന്റെ മാക്സിമം പഠിച്ചാലും നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും, ഓക്കെ എന്റെ മാക്സിമം പഠിച്ചാലും എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ ബെസ്റ്റ് ഏരിയയിൽ ഞാൻ ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കൂല എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഞാൻ എന്റെ ബെസ്റ്റ് ഏരിയയിൽ പിടിക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ ബെസ്റ്റ് ഏരിയക്ക് വേണ്ടി വളരെ പ്രൈമറി ഫോക്കസോടെ തന്നെ പണിയെടുക്കുക. വീക്ക് ഏരിയ വിടരുത്. വീക്ക് ഏരിയക്ക് കുറച്ചും കൂടെ സമയം അധികം കൊടുത്ത് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. അങ്ങനെ സ്ട്രോങ് ഏരിയയിൽ നമ്മള് മാർക്കുകൾ ഉറപ്പിക്കുക എന്നുള്ളത് ഒരു എക്സാമിന്റെ സക്സസ് റേറ്റ് കൂട്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ആൻഡ് അടുത്ത കാര്യമാണ് റിവൈസ് ആൻഡ് റിവൈസ്. ഇങ്ങനെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ഉറപ്പിക്കുക. അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്തോ അത്രയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുള്ളൂ. വീണ്ടും വീണ്ടും നമ്മളെ നോളജ് ഗ്യാപ്പോ അല്ലെങ്കിൽ നമ്മളെ ഇനിയും അറിയേണ്ട ഇൻഫർമേഷനോ ഒക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിങ്ങനെ റിവൈസ് ചെയ്ത് നോക്കുക. ഞാൻ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ പോയ ആൻസർ എന്നുള്ള രീതിയിലൊക്കെ അതിങ്ങനെ സ്റ്റോർ ആയി നിന്നോളും. അപ്പൊ അങ്ങനെ റിവൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരാൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന്റെ ഹാളിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, ഈ ക്വസ്റ്റ്യൻ മുന്നിൽ കിട്ടിയതിന്റെ ശേഷം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് എക്സാം ഹാളിൽ എത്തുന്നതിന്റെ മുന്നേ അറിയാനുള്ള ഒരു വഴിയാണ് മോക്ക് ടെസ്റ്റ്. അപ്പൊ അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മളെ സിസ്റ്റത്തിൽ സ്പീഡാണോ, അല്ലെങ്കിൽ നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ പോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എങ്ങനെയാണ് ലൈക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാനും നമുക്ക് ഹെൽപ്പിംഗ് ആവണം, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് അവസാനത്തിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലത്, ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പാറ്റേൺ അടക്കം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് മോക്ക് ടെസ്റ്റ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഫ്രീ സൈറ്റ്സിലൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും. നമ്മുടെ പ്രെപ്വൈസും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ഒരു എക്സാമിന് ചിലപ്പോ ഓക്കെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് 97 വേണോ അതോ 90% മതിയോ, അങ്ങനെയൊക്കെ വിചാരിച്ച് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരുപക്ഷെ പാസ് മാർക്ക് പോലും കിട്ടാണ്ട് ഇറങ്ങി വരേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ടൈം മാനേജ്മെന്റ് ആണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സിസ്റ്റത്തിൽ എക്സാം എഴുതുമ്പോൾ, അതായത് മാത്സും കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം, അത്തരത്തിലുള്ള പണികളൊക്കെ നടക്കുന്നുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ അതിനുള്ള വഴി നമ്മൾ വേറെ എന്താണ് ബാക്കപ്പായി കാണേണ്ടത്, അല്ലെങ്കിൽ ലെങ്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് സിസ്റ്റത്തിൽ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത്ര വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമാണോ അവസാനമാണോ അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനും മോക്ക് ടെസ്റ്റിലൂടെ സാധിക്കും. അങ്ങനെ അറിഞ്ഞ സാധനങ്ങളും കൂടെ ടൈം മാനേജ്മെന്റിൽ ഉൾപ്പെടുത്താൻ നമ്മൾ സൂക്ഷിക്കുക. ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈമാണ്, ഇനി കൂടി പോയാൽ എത്ര ടൈമാണ് കൊടുക്കേണ്ടത്, ഈ ടൈം ഞാൻ വേറെ എവിടെ പിടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതൊന്ന് ലൈക്ക് അതൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അങ്ങനെ ടൈം മാനേജ്മെന്റും കൂടെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടക്കുക. മിക്കവാറും NTA വാച്ചും കാര്യങ്ങളൊന്നും എക്സാം ഹാളിന്റെ ഉള്ളിലേക്ക് അലോ ചെയ്യാൻ സാധ്യതയില്ല, സാധാരണ അലോ ചെയ്യലില്ല. അപ്പം പക്ഷെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സമയം കാണും. അങ്ങനെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് സ്ട്രാറ്റജിയാണ് ബി കോൺഫിഡന്റ് ആൻഡ് കാം. അതായത് നമ്മളെ 50 നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബി കോൺഫിഡന്റ് ആൻഡ് കാം. നമ്മളെ 50 നമ്മൾ ഇട്ടു എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. ആ 50 അപ്പൊ അവിടെ ഇടണം. എന്നിട്ട് നമ്മൾ കാമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ 50നെയും കൂടെ അത് ബാധിക്കും, നമ്മുടെ പങ്കിനെയും കൂടെ അത് ബാധിക്കും. നമ്മുടെ വെറീസും കാര്യങ്ങളും എക്സാം ടെൻഷൻസും ഒക്കെ ഒഴിവാക്കുക. കാരണം നമ്മളെ പണി നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു
ആത്മവിശ്വാസത്തോട് തന്നെ എക്സാമിനെ സമീപിക്കുക, വരുന്നോടത്ത് വെച്ച് കാണാന്നുള്ള ആ ഒരു സ്പിരിറ്റിൽ തന്നെ പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെ ഈ സ്ട്രാറ്റജികളൊക്കെ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവർക്കും വേറെ സ്ട്രാറ്റജികൾ ഒരുപാട് ഉണ്ടായിരിക്കും, സെൽഫ് സ്ട്രാറ്റജീസ് ഒക്കെ. അതൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെ പോവുക. ഹെൽപ്ഫുൾ ആവുന്ന എല്ലാ സ്ട്രാറ്റജികളും നിങ്ങൾക്ക് കൂടെ ഫോളോ ചെയ്യുക. അപ്പോ അങ്ങനെയൊക്കെ പോയി ഒരുപാട് വിജയങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ടീമിന്റെ എല്ലാ വിശ്വാസവും ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.